ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. എഫേസ്യർ 4-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനം. ആമേൻ. സ്തോത്രം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ അതായത് പരിശുദ്ധാത്മാവിന് ലഭിച്ചിട്ടുള്ള ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ആമേൻ സ്തോത്രം നമുക്ക് തോന്നുന്ന പോലെ ജീവിച്ചു കൂട്ടുവാനുള്ളതല്ല ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഈ ഒരു ജീവിതം. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളൊക്കെയും ഈ ലോകത്ത് സമാധാനമായി ജീവിക്കേണ്ടതിനും സന്തോഷമായി ജീവിക്കേണ്ടതിനും കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? കാൽവറി തന്റെ ജീവനെ അർപ്പിച്ചു. ഹല്ലേലൂയ. അപ്പം നമ്മളിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാനമായി സൗജന്യമായി നമ്മളിലേക്ക് പകർന്ന ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മൾ എങ്ങനെയൊക്കെയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കേണ്ടി വരുന്നുവെന്ന് നമുക്കറിയാം. അതിൻ്റെ 27 മുതലുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം. പിശാചിന് എന്ത് ചെയ്യരുത്? ഇടം കൊടുക്കരുത്. അതെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സാത്താന് അവകാശം പറയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് നമ്മുടെ നടപ്പിലൂടെ ആകാം, നമ്മുടെ പ്രവൃത്തിയിലൂടെ ആകാം, നമ്മുടെ കണ്ണിലൂടെ ആകാം, നമ്മുടെ സകലത്തിലും ആമേൻ സ്തോത്രം. സാത്താന് നമ്മുടെ ജീവിതത്തിൽ ഇടം വെക്കുവാൻ ഒരു മുട്ടുസൂചിയുടെ ഇട പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരുക്കരുത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ബലഹീനരായിരിക്കും, അറിഞ്ഞു അറിയാതെ നമുക്ക് എന്ത് വരാം? തെറ്റുകൾ വരാം, അല്ലേ? അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ദൈവസന്നിധി അത് ഏറ്റുപറഞ്ഞ് എന്ത് ചെയ്യണം? ഉപേക്ഷിച്ചു പോകുന്നൊരു ശീലം നമുക്കത് ഉണ്ടായിരിക്കണം. അങ്ങനെ തന്നെത്താൻ കഴുകി ആമേൻ സ്തോത്രം നമുക്ക് ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ്? ഒരുങ്ങണം, അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ വായിച്ച ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവിനെ നീ ദുഃഖിപ്പിക്കുന്നത്. എങ്ങനെയൊക്കെ നമ്മൾ ദുഃഖിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ സാത്താന് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്വഭാവങ്ങൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും നമ്മൾ എന്ത് ഇടം കൊടുത്തു പോകാറുണ്ട് പലപ്പോഴും. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത് പറയുന്നത് എന്താണ്? പിശാചിന് ഇടം കൊടുക്കരുത്. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. അതേപോലെ നമുക്കറിയാം, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടത് കൈകൊണ്ട് നല്ലത് പ്രവർത്തി അധ്വാനിക്കുക എത്ര വേണം. അപ്പൊ ഒരു അധ്വാന ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ എപ്പോഴും അധ്വാനിക്കുന്നവരായിരിക്കണം. യഹോവ അതായത് ദൈവം എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് ഒരു ഹാർഡ് വർക്കർ. ഹല്ലേലൂയ. അത് ദൈവിക കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുന്ന എവിടെ, ഇവൻ ജോലിയിലായാലും ആമേൻ സ്തോത്രം മടി പിടിച്ച് മടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥകളെല്ലാം എന്ത് ചെയ്യണം? മാറണം. ഹല്ലേലൂയ. മടി എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, ഉറുമ്പിനെ കണ്ടു പഠിക്കുക, അല്ല, ആ ഉറുമ്പിന്റെ വഴി കണ്ടു പഠിക്കുക എന്ന് സദൃശവാക്യം. അതായത് എന്താണ്? തൻ്റെ ഏത് അവസ്ഥയിലും തനിക്കുള്ള ആഹാരങ്ങളെ ശേഖരിച്ചു വെക്കുന്ന ഒരു ജീവിയാണ് എന്തെന്ന് പറയുന്നത്? ഉറുമ്പെന്ന് പറയുന്നത്, അല്ലേ? അതായത് നമ്മൾ അതുപോലെ എന്താണ്? ഉത്സാഹികളായി തീരണം. ഈ മടി വരുത്തുന്ന എല്ലാം എവിടെ നിന്നാണ്? സാത്താനിൽ നിന്നാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആമേൻ സ്തോത്രം മടിയുള്ളവരാകരുത്. ഹല്ലേലൂയ. ഉത്സാഹികളായി തീരണം. നമ്മൾ അധ്വാനിക്കണം, കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുന്ന എവിടെ, ജോലികരമാണ് എവിടെയാണെങ്കിലും നമ്മളൊരു അധ്വാനശീലരായി തീരണം. ഹല്ലേലൂയ. അതാണ് രണ്ടാമത്തത്. ഹല്ലേലൂയ. നമ്മളപ്പോൾ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇടം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് അതിന് എന്ത് ചെയ്യണം? നമ്മൾ ബ്ലോക്ക് ചെയ്യണം. രണ്ടാമത് നമ്മൾ അധ്വാനശീലം ഉള്ളവരായി തീരണം, അല്ലെ? 29 നമുക്ക് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധന. നമ്മുടെ വാക്കുകൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. കൊളോസ്യരിലെ 4-ാം അധ്യായത്തിൽ 6 ഒരു വചനം ഇപ്രകാരമുണ്ടല്ലോ: നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തിയതായിക്കോട്ടെ, അല്ലെ? അതായത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഏത് വാക്കായാലും ആമേൻ സ്തോത്രം അതെന്ത് ചെയ്യട്ടെ? ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്നതായിരിക്കണം. നമുക്കറിയാം, സദൃശ്യവാക്യത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ടല്ലോ: മനോവസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുമ്പോൾ ഒരു നല്ല വാക്കും അതിനെ എന്ത് ചെയ്യും? സന്തോഷിപ്പിക്കും. എന്താണ് ഈ നല്ല വാക്ക്? അതായത് ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതായത് നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെട്ട ആമേൻ സ്തോത്രം ക്ഷീണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് അവരുടെ ക്ഷീണം മാറ്റുന്നതായി തീരണം. അല്ലെങ്കിൽ ബലമില്ലാതെ നമ്മുടെ അടുത്തൊരാൾ വന്ന ആമേൻ സ്തോത്രം അവരിൽ നമ്മുടെ വാക്കുകളിലൂടെ അവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ ബലത്തെ പകർന്നു കൊടുക്കണം.
ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് വകയില്ലായിരിക്കാം. എങ്കിലും നമ്മൾ അവരോട് എന്ത് ചെയ്യണം? പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ ഒരിക്കലും ഒരു മനുഷ്യനെ എന്ത് ചെയ്യരുത്? തളർത്തുവാനുള്ളതല്ല, അവരെ എന്ത് ചെയ്യണം? വളർത്തുവാനുള്ളതായി തീരണം. ഹല്ലേലൂയ. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വാക്കുകൾ എപ്പോഴും മറ്റുള്ളവരെ തളർത്തുന്നതായിരിക്കരുത്, മറ്റുള്ളവർക്ക് ആത്മീയ വർധനവ് കൊടുക്കുകയും അവരെ ജീവിപ്പിക്കുന്നതുമായി തീരണം. അപ്പം നമ്മുടെ വാക്കുകളിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യരുത്? കുടുങ്ങിപ്പോകരുത് എന്ന സദൃശവാക്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഒരാൾക്കൊരു വാക്ക് നമ്മൾ കൊടുത്താൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് കൃത്യമായി അത് പ്രമാണിക്കണം. ഈവൻ നമുക്കത് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് അവരോട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ നമുക്ക് അവരോട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നിരപ്പ് പ്രാപിക്കാൻ കഴിയുന്നവരാകണം. അല്ലാതെ നമ്മൾ ഒരാൾക്കൊരു ജീവിതത്തിൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ട ഒരു വാക്കുകൊണ്ട് ഒരാൾക്ക് ഇന്ന കാര്യം ഞാൻ ചെയ്തു തരും എന്ന് ഉറപ്പ് കൊടുത്തിട്ട് പിന്നെ അതെന്തിനാ വാക്ക് മാറരുത്. ഹല്ലേലൂയ. അവിടെയെല്ലാം നമ്മുടെ കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ശോധന ചെയ്യുന്നുണ്ട്. സ്വർഗത്തിന്റെ കണ്ണ് എപ്പോഴും നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? നോക്കി കാണുന്ന ഒന്നാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പൊ നമ്മുടെ വാക്കുകൾ എപ്പോഴും എന്തായിരിക്കണം? നമ്മുടെ വായിൽ നിന്ന് കർത്താവിനോട്, അതായത് 139 സങ്കീർത്തനത്തിൽ ഒരു വചനം, കർത്താവ് അങ്ങ് മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ എന്തെഴുതാ? വരരുത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? അതായത് കർത്താവെ അങ്ങ് അറിയാതെ ഒന്നും എൻ്റെ വായിൽ നിന്ന് വരരുത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ വായുകളെ നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഹല്ലേലൂയ. ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ നമ്മൾ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആമേൻ സ്തോത്ര വഷളത്വം പ്രവർത്തിക്കുന്നവരുടെ നടുവിലായിക്കോട്ടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എപ്രകാരമായിരിക്കണം? അവരോട് കൂടെ ഇഴകി ജീവിക്കാൻ, അവർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനല്ല എന്നെയും നിന്നെയും ദൈവം ഈ ലോകത്തിലേക്ക് വിളിച്ചത്. നമുക്ക് ലോകത്തിനെ കുറിച്ച് അറിയാം അല്ലേ? ആമേൻ. സോദോം ഗോമോറ ആ ഒരു ദേശത്തെ ദൈവം നശിപ്പിക്കാൻ നേരം, ഹല്ലേലൂയ, അവിടെ അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, 50 പേരുണ്ട്, നീ നശിപ്പിക്കുമോ ആ ദേശത്ത്? അവസാനം 10 പേരെ കൊണ്ട് അബ്രഹാം നിർത്തുവാണ് അവിടെ അല്ലേ? 10 പേരുണ്ടെങ്കിൽ നീ ആ ദേശത്തെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഒരിക്കലുമില്ല. നമുക്കറിയാം എന്തുകൊണ്ട് അബ്രഹാം ഒരു നീതിമാനുണ്ട് നശിപ്പിക്കുമോ എന്ന് ചോദിച്ചില്ല. ഹല്ലേലൂയ. എങ്കിൽ അതിൻ്റെ അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം, ആ ഒരു പട്ടണത്തിൽ ഒറ്റ നീതിമാൻ ഉണ്ടെങ്കിൽ ദൈവം ആ ഒരൊറ്റ നീതിമാനെ എന്ത് ചെയ്യും? പുറത്തെടുത്തിട്ട് ആ ദേശത്തെ നശിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതായത് ഒരൊറ്റ നീതിമാനെ പോലും കർത്താവ് എന്ത് ചെയ്യത്തില്ല? നശിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പൊ ആ ലോത്തിന് കർത്താവ് ആഗ്രഹിച്ചത്, ലോത്ത് അവിടെ ആയിരുന്ന സമയത്ത് നമുക്കറിയാം, ഗലാത്യരിൽ പറയുന്നുണ്ട് ലോത്തിനെ കുറിച്ച് ഒരു നീതിമാൻ എന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ലോത്ത് ആ വഷളത്വം നിറഞ്ഞ ദേശത്ത് താമസിച്ചിരുന്നുവെങ്കിലും ലോത്ത് ഒരു നീതിമാനായിരുന്നു. പല സാഹചര്യങ്ങളിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ലോത്തിനെ ദൈവം എന്ത് ചെയ്തു? ആ ദേശത്തുനിന്ന് ഒരാളായോണ്ട് അതിനെന്ത് ചെയ്തു? അതായത് ലോത്തിനെ ആ ദേശത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാനിടയാക്കി. എന്നിട്ടാണ് ദൈവം ആ ദേശത്തെ നശിപ്പിച്ചു എന്ന് നമ്മൾ ഉൽപ്പത്തി വായിക്കുമ്പോൾ നമുക്കവിടെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് അല്ലേ? അപ്പം ലോത്ത്, അതായത് നമ്മളിപ്പോൾ വഷളത്വം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ, അനേക അസഭ്യ വാക്കുകൾ സംസാരിക്കുന്ന നടുവിൽ നമ്മൾ നിന്നാലും എവിടെ ആയാലും കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മുടെ വായുകളെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. നമ്മുടെ പ്രവൃത്തി അവരുടെ പ്രവൃത്തി പോലെ ആകരുത്. അങ്ങനെ നമ്മൾ ആകുവാണെങ്കിൽ അവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സാത്താന് ഇടം കൊടുത്തു പോവുകയാണ് നമ്മുടെ ലൈഫിൽ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ദുഃഖിപ്പിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. അടുത്ത നമുക്ക് അവിടെ കാണാം എന്താണ്? ആമേൻ. സ്തോത്രം. അപ്പം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റീസൺ അവിടെ നമുക്ക് കൃത്യമായി എഴുതിയിട്ടുണ്ട്. എന്താണ്? അവനിലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. അതുപോലെ തന്നെ എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണങ്ങളും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകണം. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നമ്മളിപ്പോഴും ആമേൻ സ്തോത്രം പല ഞായറാഴ്ചകളിൽ നമ്മൾ കടന്നു വന്നിട്ട് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും എന്തുണ്ട്? ചിലവരോടൊക്കെ ചില കയ്പുകൾ വെച്ചിട്ട്, ചില നീരസങ്ങൾ വെച്ച് നമ്മൾ ഉണ്ട്. ആമേൻ സ്തോത്രം. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് വരത്തില്ല? ഒരു അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് കഴിയില്ല ദൈവമക്കളെ. ഒരു മനുഷ്യനോട് ഇപ്പം അവർ നമ്മളോടായിരിക്കാം ദോഷം ചെയ്തിട്ടുണ്ടായിരിക്കുക, എന്നിട്ട് നമുക്ക് അവരോടുള്ള ആ ഒരു കയ്പ് നമ്മുടെ ഹൃദയത്തിൽ
നിലനിൽക്കുന്നുവെങ്കിൽ ആമേ സ്തോത്രം നമുക്ക് ഒരിക്കലും നന്മ പ്രാപിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എല്ലാ കയ്പുകളായിക്കൊള്ളട്ടെ, അതേപോലെ തന്നെ എന്താണ് കോപം ആയിക്കൊള്ളട്ടെ, ക്രോധം ആയിക്കോട്ടെ, അല്ല കോപത്തിന്റെ ലാസ്റ്റ് സ്റ്റേജാണ് ക്രോധം. ആമേ സ്തോത്രം. ഈ കോപത്തിനും ക്രോധത്തിലൊക്കെ നമ്മൾ ഓർമ്മ വരുന്ന ആദ്യം നമുക്ക് ആരെയാണ്? കൈനിയാണ് അല്ലെ. ഒരു കൊലപാതകം നടത്തുവാനിടയായി തീർന്നു കോപം മുഖാന്തരമായിട്ട്. അപ്പൊ അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇത് മുഖാന്തരമാണ് നമുക്കറിയാം, ഇപ്പൊ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാലും പല ഇടങ്ങളിലും നമുക്ക് കൊലയും കൊലപാതകങ്ങളൊക്കെ കേൾക്കും. ഇതെല്ലാം ഈ കോപവും ക്രോധത്തിലൂടെയാണ് ദുഷ്ടൻ അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്? ഓരോ പ്രവൃത്തികൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധ ഉള്ളവരായി തീരണം. ഹല്ലേലൂയ. അപ്പൊ നമ്മളിൽ നിന്ന് കോപം ക്രോധം വന്നു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം, നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കൊലപാതകങ്ങളോ വലിയ ഇതോട്ടോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷെ നമുക്കറിയാം മത്തായിൽ ഇപ്രകാരം തൻ്റെ സഹോദരനോട് കോപിക്കുന്നവനല്ല എന്ത് ചെയ്യാണ്? കൊലപാതകനായി തീരുന്നു. ആമേൻ സ്തോത്രം. അപ്പൊ ഒരു കോപവും ക്രോധത്തിന്റെ ആ ഒരു ഇത് നിങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ട അത്യാവശ്യമായിരിക്കണം. അതുപോലെ കുറ്റാരവും ദൂഷണം പറയുന്നത് ആമേൻ സ്തോത്രം പലപ്പോഴും നമുക്കറിയാം ഇപ്പോൾ വിശ്വാസികളുടെ എണ്ണമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞായറാഴ്ച മാത്രം ആമേൻ സ്തോത്രം ദൈവത്തിൽ അറിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവൻ ഓഫീസിൽ ഇരിക്കുമ്പോഴായിക്കൊള്ളട്ടെ, ആമേൻ സ്തോത്രം മറ്റു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, കിട്ടുന്ന അവസരമെല്ലാം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറുവശങ്ങളും ഏറ്റുപറഞ്ഞല്ലേ അത് മാത്രം മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കൾ, ഇങ്ങനെയെല്ലാം നമ്മൾ നടന്നാൽ നമുക്കൊന്നും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയുകയില്ല. നമ്മളിലുള്ള പരിശുദ്ധാത്മ നമ്മളെ തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം അല്ലേ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം? നമ്മുടെ വായിനെ എപ്പോഴും നമ്മൾ കൺട്രോൾ. നമുക്കറിയാം 1-ാം സങ്കീർത്തനത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ചില ഇടങ്ങളിൽ ഇരിക്കരുത്, നിൽക്കരുത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ആമേൻ സ്തോത്രം. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി ഇതൊക്കെ കർത്താവിന് പ്രസാദമുള്ളതാക്കി നമുക്ക് തീർക്കാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം ഇന്ന് വരെ ഈ നിമിഷം വരെ നിനക്കൊരു വ്യക്തിയോട് അവർ നിങ്ങളോട് ദ്രോഹം ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്ത് ചെയ്താലും നിങ്ങൾക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയാത്തതാണെങ്കിൽ, ക്ഷമിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു കയ്പോ ഇതിലൂടെ അനുഭവത്തിലൂടെയാണ് നീ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം ദൈവവചനം പറയാണ്, ഇങ്ങനെയൊക്കെ നമ്മുടെ പ്രവൃത്തികൾ പുറപ്പെടുമ്പോൾ, നമ്മുടെ ഈ മൺകൂടാരത്തിൽ നിന്ന് ഈ വക പ്രവൃത്തികൾ, ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ പൊങ്ങുമ്പോൾ ആമേൻ സ്തോത്രം നമ്മൾ നമ്മുടെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യാണ്? ദുഃഖിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ തന്നെ നമുക്ക് ഈ ഒരു വചനത്തിന്റെ കണ്ണാടിയിലൂടെ നോക്കാം ദൈവമക്കളെ, നമ്മൾ എത്രത്തോളം നമ്മുടെ പരിശുദ്ധാത്മാവിനെ ഓരോ നിമിഷവും ദുഃഖിപ്പിക്കുന്നുണ്ടോ. ആമേൻ സ്തോത്രം. നമ്മുടെ ഹൃദയം ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ദ്രോഹിക്കുന്നവരോട് നമ്മുടെ സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ചിന്തിക്കുക. എങ്ങനെയാണ് അതിനോട് എതിർക്കുന്നത് അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യുക? നമ്മുടെ ഉള്ളിൽ വചനം വേണം, വചനം വായിക്കണം, ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനിടയായി തീരണം. അപ്പൊ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ നമ്മൾ പോലും അറിയാതെ വേണം ഈ വക സ്വഭാവങ്ങൾ, ഈ വക ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ത് ചെയ്യും? നമ്മളിൽ നിന്ന് പോകുവാനിടയായി തീരും. നമ്മൾ എപ്പോഴും ഫില്ല് ചെയ്ത് വെക്കുക പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മളെ നിറയ്ക്കുക. ബാക്കി ആ പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്യും? ഉപദേശിച്ച് തരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും നീരസം, ഈർഷ്യ, കോപം, ക്രോധം ഇതെല്ലാം വരുമ്പോഴെന്ത് ചെയ്യുക? ആ ഒരൊറ്റ സെക്കൻഡിൽ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഉള്ളം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ദൈവിക കൃപ നമുക്ക് ദൈവം നൽകും. അതുകൊണ്ട് സകല ഈർഷ്യകളായിക്കോട്ടെ എല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്നവരായി തീരാൻ ദൈവമക്കളെ ആക്കിയാൽ ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു.